ഇതിനെന്തിനാണ് എതിർക്കുന്നത്? സത്യത്തിൽ നമ്മൾ ഇത് PMശ്രീക്കെതിരെ ഇവർ കാണിച്ച നാടകമാണ്. ആ നാടകം KPSCയെ കൊണ്ട് കളിപ്പിച്ചാൽ അക്കാദമി അവാർഡ് കിട്ടും. അതിലെ നാടകത്തിലെ വില്ലൻ നമ്മുടെ പിണറായി വിജയനും അതുപോലെ നായകൻ ബിനോയ് വിശ്വവും അതിലെ ഹാസ്യ നടൻ ശിവൻകുട്ടിയുമാണ്. ആ നാടകം എന്തിനായിരുന്നു? ശബരിമല വിഷയം കത്തിക്കളയാണ്, ശ്രദ്ധ തിരിക്കാനാണ്. നിങ്ങൾ ഈ നാടകം കൊണ്ടൊന്നും ശബരിമലയിൽ വിശ്വാസികളുടെ മനസ്സിലുണ്ടായിട്ടുള്ള മുറിവ് അണങ്ങൂല. ഈ വിശ്വാസികള് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ ചെന്ന് നിങ്ങളുടെ നിറന്തരക്ക് കുത്തുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പൊ ജനങ്ങളുടെ ഇടയില് നല്ല വികാരം ഇവർക്കെതിരായിട്ടുണ്ട് എന്നാണ്. PMശ്രീയെ കുറിച്ച് നമ്മൾ വളരെ ലളിതമായി പറഞ്ഞാൽ, ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഇന്റേൺഷിപ്പ് എന്ന വാക്ക് കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ കോളേജിലെ കുട്ടികൾ കോഴ്സിന്റെ ഭാഗമായി ഇന്റേൺഷിപ്പിന് പോകും. നിങ്ങൾ അറിയുമോ, PMശ്രീ വന്നാൽ നമ്മുടെ കുട്ടികൾ 11 വയസ്സിൽ ഇന്റേൺഷിപ്പിന് പോകും. തൊട്ടടുത്ത ഫാക്ടറിയിൽ, തൊട്ടടുത്ത ഹോട്ടലില്, അവർക്ക് അഭിരുചിയുള്ള സ്ഥലത്ത്, കൊച്ചു കൊച്ചു ഫാക്ടറികളിൽ, ചെറുകിട സ്ഥാപനങ്ങളിൽ അവർ തൊഴിൽ പരിശീലനത്തിന് പോകുന്ന അതിമനോഹരമായിട്ടുള്ള ക്ലാസിനെയും കരിയറിനെയും ബന്ധിപ്പിക്കുന്ന ഈ പരിഷ്കാരത്തെയാണ് നിങ്ങൾ എതിർക്കുന്നത്. CPIയും CPMനോടും ഈ നാട്ടിലെ പുതിയ തലമുറ വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ പൊറുക്കില്ല എന്നാണ് എനിക്ക് അന്ന് സംബന്ധിച്ചത്.